ഇതിന്റെ വേറൊരു ഇതാണ് ജിന്നി കമ്പാനിയൻസ്. ജിന്നുകളിൽ നിന്ന് ഹദീസ് കളക്ട് ചെയ്യാൻ പറ്റുള്ള ഒരു ചർച്ച. അതും ഹിജ്റ രണ്ടിലോ മൂന്നിലോ ഏതൊരു കിതാബിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ചർച്ചയുണ്ട്. പക്ഷെ ഇത് വലിയൊരു ചർച്ചയായിട്ട് മാറുന്നുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ജിന്നുകൾക്ക് തൂലിൽ ഉംറ ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജിന്നിലൂടെ ഒരു ആലിയായിട്ടുള്ള സനത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്നുള്ള രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോ ഇതിലും തൊബ്രാനി ഇമാം മുഅ്ജമു തൊബ്രാനി എന്ന് കേട്ടിട്ടുണ്ടാവും, മുഅ്ജമുൽ കബീർ, ഔസത്ത്, അസ്ഗർ, അക്ബർ. അപ്പോ തൊബ്രാനി ഇമാമിന്റെ പിന്നെ ബുഖാരി ഇമാമിന്റെ സുലാസിയാത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സുലാസിയാത്തിന് നബി തങ്ങൾക്കും ബുഖാരി ഇമാമിന്റെ ഇടയിൽ 3 ആൾക്കാർ മാത്രമേ ഉള്ളത്. അപ്പൊ സഹീഹുൽ ബുഖാരിയിൽ 22 അല്ല 22 സുലാസിയാത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ കാരണം അത്രേ ഉള്ളൂ സഹീഹുൽ ബുഖാരി മൊത്തത്തിലുള്ള. പക്ഷെ അത് ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ സുലാസിയാത്തിന്റെ സനദുകള്, സുലാസിയാത്തിന്റെ ഒരുപാട് ഷർഹുകള്, സുലാസിയാത്തിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് ഷർഹുകള്. കാരണം അത്രയും ഒലുവായിട്ടുള്ള സനദാണ്, ആലിയായിട്ടുള്ള സനദാണ് സുലാസിയാത്തുള്ളത്. പക്ഷെ ബുഖാരി ഇമാം എന്ന വഫാത്താണ് ഹിജ്റ 256 വഫാത്താവുന്നത്. തൊബ്രാനി ഇമാം വഫാത്താവുന്നത് ഹിജ്റ 370 ഹിജ്റ 370. അപ്പൊ ബുഖാരി ഇമാമിന്റെയും തൊബ്രാനി ഇമാമിന്റെ വഫാത്തിന്റെ ഇടയിൽ 120 വർഷത്തിന്റെ അല്ലെങ്കിൽ 110 വർഷത്തെ സംതിങ്ങിന്റെ 114 വർഷത്തിന്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷെ തൊബ്രാനി ഇമാമിന് തന്റെ മുഅ്ജമില്, ഏത് മുഅ്ജമാന്ന് എനിക്ക് ഉറപ്പില്ല, മുഅ്ജമില് ഒരു സുലാസിയാത്ത് കൊണ്ടുവരുന്നുണ്ട്. അതെങ്ങനെയാണ്? കാരണം മുസ്ലിം ഇമാമിന് എന്തില്ല, സുലാസിയാത്ത് ഇല്ല, റുബായിയാത്താ ഉള്ളത്. മുസ്ലിം ഇമാമിന്റെ ഏറ്റവും ഹൈ ആലിയായിട്ടുള്ള സനദുള്ള ഏതാണ്? റുബായിയാത്താണ്. അപ്പോ മുസ്ലിം ഇമാമിനൊക്കെ ശേഷം വരുന്ന തൊബ്രാനി ഇമാമിന് എന്തുകൊണ്ട് ഇത് ഈ ഒരു സുലാസിയാത്ത് കിട്ടുന്നുണ്ട്? അതിന്റെ ഒരു കഥ എന്താ വെച്ചാല്, തൊബ്രാനി ഇമാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മസീസി എന്നുള്ള ഒരു സ്കോളറിൽ നിന്നാണ്, ഹദീസാണ്. മസീസിക്ക് ഈ ഹദീസ് കിട്ടുന്നത് മനൂസ എന്നുള്ള സ്പെയിനിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ്. അപ്പൊ മസീസി മനൂസ സ്ത്രീയാണ്, മനൂസയെ തേടി പോവാണ്. അപ്പോ ഇത് മസീസ് ഇങ്ങനെ തേടി പോകാനുള്ള കാരണം എന്താ വെച്ചാല്, മനൂസയെ കുറിച്ച് ഒരു കഥ കേൾക്കുന്നുണ്ട്. മനൂസ ഒരു ജിന്നുമായിട്ട്, സമഹജ് എന്നുള്ള ഒരു ജിന്നുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ ആ ജിന്ന് നബി തങ്ങൾ സ്വഹാബിയായിരുന്നു. ആ ജിന്നാണ് പിന്നെ ആർക്ക്, മനൂസക്ക് ഈ ഹദീസ് കൊടുത്തത്. അപ്പോ അങ്ങോട്ട് മൂപ്പര് അങ്ങോട്ട് യാത്ര ചെയ്യണം. മസീസി ഇമാം അങ്ങോട്ട് യാത്ര ചെയ്തിട്ടാണ് ഈ ഹദീസ് കിട്ടുന്നത്. സ്പെയിനിൽ പോയിട്ട് അവരെ കണ്ടിട്ട് ഇത് വെരിഫൈ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ് ഈ ഹദീസ് കിട്ടുന്നത്. അത് മസീസി ഇമാം എന്നാണ് തൊബ്രാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സമഹജ്, മനൂസ, മസീസി 3 ആൾക്കാർ സുലാസിയാത്ത് ഈ ഒരു രീതിയിൽ തൊബ്രാനി ഇമാമിന് കിട്ടുന്നുണ്ട്. പിന്നെ ഷാം ഹറൂഷ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ജിന്നിനെ കുറിച്ചുള്ള കഥകൾ കാണുന്നുണ്ട്. അത് ഒരുപാട് കാലം ഹിജ്റ 1200 CE കൊമൻഡറ 1200, പിന്നെ അങ്ങനെ ഈവൻ അബ്ദുൽ ഖനി നാബുൽസി കുറച്ച് പിൽക്കാലത്ത് വരുന്ന ആളാണ്. അപ്പൊ മൂപ്പര് വരെ ഈ ഒരു ഷാം ഹറൂഷ് എന്നുള്ള ജിന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്നും പിന്നെ ലാസ്റ്റ് മൂപ്പര് പറയുന്നുണ്ട് ഈ ജിന്ന് മരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് അംഗീകരിക്കുന്നതും പിന്നെ ആരും റിപ്പോർട്ട് ചെയ്യാത്തൊരു സാധ്യത വരുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ബാജുരി ഇമാം പിന്നെ എന്താവുണ്ട്, ഷാം ഹറൂഷിൽ നിന്നൊക്കെ ഒരു ഹദീസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു രീതിയാണ് ഖിളിർ നബി പ്രവാചകനാണ്, സ്വഹാബി നബി തങ്ങളുമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇസ്വാബയില് ഇബ്നു ഹജർ അസ്കലാനി തങ്ങള് ഖിളിർ നബിയെ സ്വഹാബിയായിട്ട് എണ്ണുന്നുണ്ട്. മൂപ്പരാണ് ആദ്യമായിട്ട് സ്വഹാബിയായിട്ട് എണ്ണുന്നത്. അപ്പൊ മൂപ്പരിൽ നിന്ന് ഹക്കീം തുർമിദി, നമ്മുടെ ഇമാം തുർമിദി അല്ല, ഹക്കീം തുർമിദി, സൂഫി ആയിട്ടുള്ള ഹക്കീം തുർമിദി എന്താവുണ്ട്, ഖിളിർ നബിയെ കണ്ടുപിട്ടി ഹദീസ് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആലി ആയിട്ടുള്ള സനദിന്റെ വ്യത്യസ്ത സൂപ്പർ നാച്ചുറൽ ഒരുപാട് കാലം ജീവിക്കുക, അല്ലെങ്കിൽ ജിന്നുകള്, ഇങ്ങനത്തെ അല്ലെങ്കിൽ സെമി മോട്ടൽ ആയിട്ടുള്ള എന്താ പറയാ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ആൾക്കാർ, ഇവരിൽ നിന്നൊക്കെ ഹദീസ് സ്വീകരിക്കാനുള്ള ഒരു സംഭവം.